മയ്യത്തിൻ്റെ സാന്നിധ്യത്തിൽ നാം എങ്ങനെയാണ് പെരുമാറേണ്ടത് എന്നാണ് ഇവിടെ പറയുന്നത്. ഇബ്നു ഖുദാമ തൻ്റെ മുഗ്നിയിൽ പറയുന്നുണ്ട്, ويستحب لمتبع الجنازة أن يكون متخشعا متفكرا في مآله متعظا بالموت وبما يصير إليه الميت ولا يتحدث بأحاديث الدنيا ولا يضحك. മയ്യത്തിൻ്റെ സാന്നിധ്യത്തിൽ ഭൗതിക കാര്യങ്ങൾ സംസാരിക്കരുത്, ചിരിക്കുകയും അരുത്. ഇത് പ്രത്യേകമായി അദ്ദേഹം പറയുകയാണ്. റഅ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു رجلا يضحك في جنازة فقال أتضحك وأنت تتبع جنازة ولا لا أكلمك أبدا. ബഹുമാനപ്പെട്ട ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു ജനാസയുടെ സാന്നിധ്യത്തിൽ ചിരിച്ച ഒരാളെ കണ്ടു. അപ്പോൾ അദ്ദേഹത്തോട് പറഞ്ഞു, മയ്യത്തിനെ അനുഗമിക്കവേ നീ ചിരിക്കുകയോ? ഇനി നിന്നോടൊരിക്കലും ഞാൻ മിണ്ടില്ല. അദ്ദേഹം അത് പറഞ്ഞത് തെറ്റി നിൽക്കുക എന്ന അർത്ഥത്തിലുള്ള മിണ്ടാതിരിക്കലല്ല, മയ്യത്തിൻ്റെ സാന്നിധ്യത്തിൽ ചിരിച്ചതിൻ്റെ പേരിലുള്ള പ്രതിഷേധം ഈ വാക്കിലൂടെ അറിയിച്ചതാണ്. അതുകൊണ്ട് നാം എല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, നമ്മൾ ചിരിച്ചാൽ നമുക്കൊരു പക്ഷേ നാട്ടുകാരനായ ഒരാളായിരിക്കും മരിച്ചത്, നമ്മുടെ മനസ്സിൽ അത്ര അത് ഫീൽ ചെയ്തിട്ടുണ്ടാവില്ല. പക്ഷേ ആ മയ്യത്തിൻ്റെ ബന്ധുക്കളുണ്ടവിടെ. ആ മയ്യത്ത് അവരുടെ കണ്ണിലുണ്ണിയാണ്, കരളിൻ്റെ കഷ്ണമാണ്. ആ മയ്യത്തിൻ്റെ വേർപാടിൽ നൊമ്പരപ്പെടുന്ന മനസ്സിൻ്റെ ഉടമകളാണ് അവിടെയുള്ളത്. അവരുടെ മനസ്സ് വേദനിച്ചു, അവരുടെ കണ്ണിൽ നിന്ന് വെള്ളം വരുമ്പോൾ ആ മയ്യത്തിൻ്റെ സാന്നിധ്യത്തിൽ വെച്ച് നമ്മളൊന്ന് ചിരിക്കുന്നത് പോയിട്ടൊന്ന് പുഞ്ചിരിച്ചാൽ പോലും അതവരുടെ മനസ്സിൽ വല്ലാതെ തറക്കും. അതുകൊണ്ട് പണ്ഡിതന്മാർ പറഞ്ഞു, അന്ന ഫീഹി അദല്ലി അഹ്ലിൽ മയ്യത്തി വഅദമ മുറാഅത്തിൽ ലിമുസ്വാബിഹിം ഫലാ യലീഖു ബിൽ മുസ്ലിമി അൻ യദ്ഹക്. നമ്മളങ്ങനെ ചിരിച്ചാൽ മയ്യത്തിൻ്റെ ബന്ധുക്കൾക്ക് വിഷമമുണ്ടായിത്തീരും. അവർക്ക് വന്നിരിക്കുന്ന ഈ വിപത്തിൽ നമ്മളത്ര പരിഗണിക്കുന്നില്ല എന്ന് അവർക്ക് തോന്നിപ്പോകാനിടയുണ്ട്. അതുകൊണ്ട് ഫലാ യലീഖു ബിൽ മുസ്ലിമി അൻ യദ്ഹക്, മുസ്ലിമീങ്ങൾക്ക് മയ്യത്തിൻ്റെ സാന്നിധ്യത്തിൽ ചിരിക്കുന്നത് അനുയോജ്യമല്ല എന്ന്. എൻ്റെ ഉമ്മ എനിക്ക് 19 വയസ്സുള്ള സമയത്ത് 1994 മരണപ്പെട്ടു പോയി. ആ ഉമ്മയെ ഖബറടക്കുന്ന സമയത്ത് ഒരാൾ മറ്റൊരാളോട് അവർ തമ്മിലുള്ള എന്തെങ്കിലും ഒരു ബന്ധത്തിൻ്റെ പേരിൽ ഒന്ന് പരിചയം പുതുക്കിയതാവാം, ഒരാൾ ഒന്ന് പുഞ്ചിരിച്ചിട്ടേ ഉള്ളൂ. നമ്മൾ ഉമ്മ മരിച്ച ദുഃഖത്തിലും സങ്കടത്തിലും കരഞ്ഞ് വളരെയധികം നൊമ്പരപ്പെട്ട് നിൽക്കുന്ന സമയമാണ്. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഈ ചിരി എൻ്റെ മനസ്സിൽ വല്ലാതെ തറച്ചുപോയി. ഇന്നും ഒരു മുള്ളായി, ഒരു വേദനയായി എൻ്റെ മനസ്സിൽ ഉണ്ട്. അതുകൊണ്ട് ഞാൻ എൻ്റെ ആത്മകഥ ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട്. എൻ്റെ ആത്മകഥ, എൻ്റെ ദർസോർമ്മകൾ എന്ന് പറഞ്ഞിട്ടുള്ള ഈ പുസ്തകത്തിൽ ഞാൻ ആ കാര്യം പ്രത്യേകം എഴുതിപ്പോയി. എൻ്റെ മനസ്സിൽ നിന്ന് മായാത്തത് കൊണ്ടാണ്. ഇതിൽ എൻ്റെ ഉമ്മയെ ഖബറടക്കുന്ന രംഗം ഞാൻ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ആ സഹോദരൻ മറ്റൊരാളോട് പുഞ്ചിരിച്ചത്, ആ ചിരിച്ച രംഗം എൻ്റെ മനസ്സിനെ വേദനിപ്പിച്ചതുകൊണ്ട് എൻ്റെ ഈ ആത്മകഥയിൽ, ഈ പുസ്തകത്തിൽ എഴുതി ചേർക്കാൻ എനിക്ക് തോന്നി. അപ്പോൾ നമ്മുടെ ഒരു ബന്ധു മരിച്ചു കഴിഞ്ഞാൽ ആ ബന്ധുവിൻ്റെ മരണത്തിൽ വേദനിക്കുന്ന ആ മയ്യത്തിൻ്റെ ബന്ധുക്കളുടെ സാന്നിധ്യത്തിൽ വെച്ച് നമ്മളൊന്ന് ചിരിച്ചാൽ, ഒന്ന് പുഞ്ചിരിച്ചാൽ ആ മരിച്ച മയ്യത്തിൻ്റെ ബന്ധുക്കളുടെ മനസ്സിൽ അത് വല്ലാത്ത വേദനയുണ്ടാക്കും. മരണ വീട്ടിൽ ചെന്നാൽ മയ്യത്തിന് വേണ്ടി ദുആ ചെയ്യുക, ഖുർആൻ ഓതി ഹദിയ ചെയ്യുക, അതുപോലെ മയ്യത്ത് നിസ്കാരത്തിൽ പങ്കെടുക്കുക, ജനാസയെ അനുഗമിക്കുക, ഖബറടക്കുന്ന സ്ഥലത്തും പങ്കെടുക്കുക. ഇതാണ് നമ്മുടെ കർത്തവ്യം. അവിടെ വെച്ച് പരമാവധി ചിരിക്കാതിരിക്കുക. വല്ല കാരണവശാലും വല്ല സുഹൃത്തുക്കളെയും കണ്ട് ഒന്ന് ചിരിക്കേണ്ടി വന്നാൽ നമ്മളൊന്ന് ലഘുവായി പുഞ്ചിരിച്ച ഉടൻ തന്നെ അത് നിയന്ത്രിക്കുകയും ഗൗരവ സ്വഭാവത്തിൽ, നമ്മുടെ ഗാംഭീര്യമുള്ള സ്വഭാവത്തിൽ, ഭയമുള്ള മുഖഭാവത്തോടുകൂടെ നമ്മൾ ആ മയ്യത്തിൻ്റെ സാന്നിധ്യത്തിൽ നിൽക്കണം. അല്ലാഹു തആല നമുക്ക് എല്ലാ നന്മക്കും തൗഫീഖ് ചെയ്യട്ടെ.